കേരളത്തിലെ മുഖ്യധാര പത്രങ്ങൾ അവരുടെ മാധ്യമധർമ്മം എന്താണെന്ന് ഇന്നിപ്പോൾ തുറന്നു കാട്ടിയിട്ടുണ്ട്. ജെയിൻ യൂണിവേഴ്സിറ്റി എന്ന സ്ഥാപനത്തിൻ്റെ പണവും മേടിച്ചുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് പത്രത്തിൻ്റെ ഫ്രണ്ടിൽ പരസ്യം അച്ചടിച്ചു വച്ചിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ, മാതൃഭൂമിയും മനോരമയും. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കൈ നിറച്ച് പത്രമുതലാളിമാർക്ക് കാശ് കൊടുത്താൽ ആ മുഖ്യധാര പത്രങ്ങളുടെ ഫ്രണ്ട് ഷീറ്റ് ഉൾപ്പെടെയുള്ള ഏത് പീറ പേപ്പറും എന്ത് പിതൃശൂന്യത എഴുതാനും വിട്ടുകൊടുക്കുമെന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം. നോട്ട് നിരോധനമാണ് പോലും, ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറുകയാണ് പോലും. ഇത്തരത്തിൽ പല ക്യാപ്ഷനുകൾ കൊടുത്ത് മനോരമയുടെയും മാതൃഭൂമിയുടെയും ഫ്രണ്ട് ഷീറ്റിൽ അച്ചടിച്ചിരിക്കുന്ന വാർത്ത ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഏറെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇവരുടെ മാധ്യമധർമ്മം എന്താണെന്ന് തിരിച്ചറിയാൻ കൂടിയുള്ള അവസരമാണ്. കാശ് മേടിച്ചിട്ട് ഏത് മുതലാളി എന്തെഴുതാൻ പറഞ്ഞാലും അത് അതേപടി ഛർദ്ദിച്ചു വയ്ക്കലാണ് മാധ്യമ പ്രവർത്തനം. അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ അഡ്വർടൈസ് എന്താണെന്ന് സാധാരണക്കാരെ മനസ്സിലാക്കാതെ വാർത്ത പോലെ തന്നെ അഡ്വർട്ടോറിയൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇത് പരസ്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്താതെ അത് വായിച്ച് കുറേയേറെ പേർ തെറ്റിദ്ധരിക്കുന്നെങ്കിൽ തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഇത്തരം മനോഭാവക്കാരുടെ ഈ പീറ പേപ്പർ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? കച്ചവടം മാത്രം. അവരുടെ താല്പര്യങ്ങളെ ഇതിലൂടെ ഒളിച്ചു കടത്തിക്കൊണ്ടും അവരുടെ കച്ചവടം നടത്താൻ വേണ്ട സാധനങ്ങൾ ഇതിലൂടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം. അതിനപ്പുറത്തേക്ക് കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളുടെ പേപ്പറിന് ടോയ്ലറ്റ് വാല്യൂ പോലും ഇല്ല എന്ന് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഈ രീതിയിൽ പിതൃശൂന്യത കാട്ടിയതിന് ശേഷം പലർക്കും ഇത് ഒരു പരസ്യമാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനകത്ത് നോട്ട് നിരോധനത്തെ സംബന്ധിച്ച് കൊടുത്ത വ്യാജ വാർത്തയെക്കുറിച്ച് പിന്നീട് ഇതേ പത്രത്തിനകത്ത് വന്ന ഒരു കോളത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് വായിക്കുമ്പോൾ മാറ്റി എഴുതിയതാണ്. ഇത് പരസ്യമാണോ എന്നുള്ള സംശയം ചിലയിടങ്ങളിൽ ഉണ്ടാകുന്നത്. എന്തായാലും കച്ചവടത്തിന് വേണ്ടി മാത്രം തുറന്നു വച്ചിരിക്കുന്ന ഈ ടോയ്ലറ്റ് പേപ്പറുകൾ ഇത് കാലഹരണപ്പെട്ടു എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഈ പേപ്പർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ കച്ചവടക്കാരിൽ നിന്ന് എത്രത്തോളം പണം സമാഹരിക്കാൻ പറ്റും, അതിനുവേണ്ടി ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രമാണ് ഇത് കൊണ്ടു നടക്കുന്നതെന്നും ഇവിടുത്തെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർക്കെതിരെ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തയും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വാർത്തയും എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അതിന് ഉദാഹരണം. എന്താണോ നാളെ വരേണ്ടത് അത് ആര് പണമടച്ച് എന്ത് സ്ക്രിപ്റ്റ് കൊടുത്താലും അത് എഴുതി പടപ്പിച്ച് വിടുന്നവരാണ് കേരളത്തിലെ മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടുന്ന മുഖ്യധാര പത്രമാധ്യമങ്ങളെന്ന് പറയേണ്ടി വരികയാണ്. അല്ലെങ്കിൽ അതിന് തെളിവാണിത്. ഈ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് നേടുകയാണെന്ന് ചോദിച്ചാൽ കൈ നിറച്ച് പണം നേടുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് ആ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്. ആ ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ വാങ്ങി പോക്കറ്റിലിട്ടതിന് ശേഷം ഇമ്മാതിരി മാധ്യമ നെറുകേടി ഈ നാടിനോട് കാട്ടുമ്പോൾ എന്താണ് ഇവരുടെ പത്രധർമ്മം എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അത് പണത്തിൻ്റെ കനത്തെ അടിസ്ഥാനപ്പെടുത്തി മാറിക്കൊണ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർക്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് തോന്നിവാസവും എന്ത് തെമ്മാടിത്തവും എഴുതും. അവർക്കെതിരെ നിലകൊള്ളുകയോ അല്ലെങ്കിൽ അവർക്ക് മാസപ്പടി കൊടുക്കുന്നവർക്ക് വേണ്ടി എന്ത് കൂലിയെഴുത്തും നടത്തുമെന്നതിൻ്റെ തെളിവായിട്ട് ഇത് മാറിയിട്ടുണ്ട്. പല വീടുകളിലും ഇന്നും ഇവരെ വിശ്വസിച്ച് പത്രങ്ങൾ വരുത്തുന്നവർ തിരിച്ചറിയുക, ഇവരുടെയൊക്കെ ലക്ഷ്യം ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങളെ കൂടി വിറ്റുകൊണ്ട് അവർ ഈ നാട്ടിലെ പല കുത്തകകളുമായി കൂട്ടുകച്ചവടം നടത്തി നിങ്ങളെ കൂടി അതിൻ്റെ ബലിയാടാക്കുന്നുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യമായിട്ട് വേണം ഇതിനെ ചൂണ്ടിക്കാട്ടാൻ. അത് തിരിച്ചറിയണം. ഇത്തരം പത്രമാധ്യമങ്ങൾ നിങ്ങളെ കുഴിയിൽ കൊണ്ട് ചാടിക്കാൻ വേണ്ടി ചതിക്കുഴി കൂടി ഒരുക്കുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞോളൂ. അത് മനസ്സിലാക്കി ഒഴിവാക്കി നിർത്തിയാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ.